ഇടതു ദുർഭരണത്തെ തൂത്തെറിയുവാൻ കേരളത്തിലെ പവിത്രമായ മണ്ണിൽ നിന്നും ഇടതു ദുർഭരണത്തെ തൂത്തെറിയുവാൻ കേരളത്തിലെ പ്രബുദ്ധ ജനത ഒന്നടങ്കം തീരുമാനമെടുത്തപ്പോൾ പുതുപ്പള്ളിയിലെ പ്രബുദ്ധരായ സമ്മതിദായകർ ഒന്നടങ്കം അതിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും പ്രകടനവും പിന്തുണയും ഐക്യ ജനാധിപത്യ മുന്നണിക്കും പുതുപ്പള്ളിയുടെ സമഗ്ര വികസനത്തിനും ഒരിക്കൽ കൂടി ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് വിനീതനായി സാധാരണക്കാരന്റെ വാഹനസിദ്ധമായ സൈക്കിളിൽ നിങ്ങൾ ഓരോരുത്തരെയും നേരിൽ കണ്ടുകൊണ്ട് ഈ സായം സന്ധ്യയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ചാണ്ടിയുമ്മൻ, നിങ്ങളുടെ കൊച്ചനുജൻ ശ്രീ ചാണ്ടിയുമ്മൻ ഈ പാതയിലൂടെ കടന്നുവരവായി കടന്നു വന്ന വഴിത്താരകളിൽ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ ചേർന്നൊരുക്കിയ സ്നേഹോഷ്മളങ്ങളായ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വിൻഹോമനകൾ നൽകുന്ന പുഞ്ചിരിയാകുന്ന റോസാപുഷ്പങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവയ്ക്കൊക്കെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയുടെ 100,000 വാടാമലരുകൾ അർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ജനനായകനും ഈ നാടിന്റെ പൊന്നോമന പുത്രനുമായ നാം അറിയുന്ന, നമ്മെ അറിയുന്ന ഈ നാടിന്റെ നാഡീസ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും സഹയാത്രികനായി മാറിയ നിങ്ങളുടെ കൊച്ചനുജൻ ശ്രീ ചാണ്ടിയുമ്മൻ ഈ സായം സന്ധ്യയിൽ സാധാരണക്കാരന്റെ വാഹനമായ സൈക്കിളിൽ അധികാരത്തിന്റെ ജാടകളില്ലാതെ പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ വാഹനമായ സൈക്കിളിൽ സാധാരണ ജനങ്ങളെ, പാവപ്പെട്ടവനെ നേരിൽ കണ്ടുകൊണ്ട് അവന്റെ വികാരങ്ങളും ഒപ്പിയെടുത്തുകൊണ്ട് ഈ നാടിന്റെ സമഗ്ര വികസനത്തിനായി ഒരിക്കൽ കൂടി ഒരു കൈ സഹായം തേടിക്കൊണ്ട് ഈ വീതിയിലൂടെ സൈക്കിളിൽ വരവായി കടന്നു വന്ന വഴിത്താരകളിൽ മാതാപിതാക്കൾ, സഹോദരങ്ങൾ ചേർന്നൊരുക്കിയ സ്നേഹോഷ്മളങ്ങളായ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവയ്ക്കൊക്കെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയുടെ 100,000 വാടാമലരുകൾ അർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ജനനായകൻ, നാം അറിയുന്ന, നമ്മെ അറിയുന്ന ഈ നാടിന്റെ നാഡീസ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ നിങ്ങളുടെ കൊച്ചനുജൻ പ്രിയപ്പെട്ട ജനനായകൻ ഈ ചാണ്ടിയുമ്മൻ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ ഈ സായം സന്ധ്യയിൽ പുതുപ്പള്ളിയുടെ ഹൃദയത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഹൃദയഭൂമിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. നിങ്ങളുടെ അനുഗ്രഹങ്ങളുടെ ആശീർവാദങ്ങൾ എപ്പോഴും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ഒരു പതിറ്റാണ്ട് കാലത്ത് ഇടതു കേരളത്തിന്റെ പവിത്രമായ കേരളത്തിലെ പ്രബുദ്ധരായ കേരള ജനത ഒന്നടങ്കം തീരുമാനമെടുത്തിരിക്കുന്ന സുഹൃത്തുക്കളെ, പുതുപ്പള്ളിയിലെ പ്രബുദ്ധരായ സമ്മതിദായകർ ഓരോരുത്തരും ഈ മാറ്റത്തിന്റെ കൊടുങ്കാറ്റിൽ പങ്കാളികളാകുമ്പോൾ, പങ്കുചേരുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈ മാറ്റത്തിൽ പങ്കുചേരണമേ എന്ന് വിനയപുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നാടിന്റെ സമഗ്ര വികസനത്തിനായി ഒരു കൈ സഹായിക്കണമേ എന്ന് വിനയപുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് നാം അറിയുന്ന, നമ്മെ അറിയുന്ന ഈ നാടിന്റെ നാഡീസ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ എന്നും സാധാരണക്കാരന്റെ പാവപ്പെട്ടവന്റെ സഹയാത്രികനായി മാറിയ അധികാരത്തിന്റെ ജാടകളില്ലാതെ സാധാരണക്കാരന്റെ ബാധിതമായ സൈക്കിളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ പ്രിയപ്പെട്ട ചാണ്ടിയുമ്മൻ ഇതാ പുതുപ്പള്ളിയുടെ ഈ ഹൃദയഭൂമിയിൽ ഉമ്മൻ ചാണ്ടിയുടെ ഹൃദയ മണ്ണിൽ എത്തിച്ചേർന്നിരിക്കുന്നു. കടന്നു വന്ന വഴിത്താരകളിൽ സ്നേഹോഷ്മളങ്ങളായ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ഗോമനകൾ നൽകുന്ന പുഞ്ചിരിയാകുന്ന റോസാപുഷ്പങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവയ്ക്കൊക്കെ ഹൃദയത്തിന്റെ ഭാഷയിൽ 100,000 വാടാമലരുകൾ അർപ്പിച്ചുകൊണ്ട് വിനിയോജിതനായി പ്രിയപ്പെട്ട നിർണായകൻ കടന്നു വന്നിരിക്കുന്നു. പ്രിയപ്പെട്ട ഈ സൈക്കിൾ സവാരിയിൽ MLA-യോടൊപ്പം പങ്കെടുത്ത സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് ഏതാണ്ട് 5 മണിയോടുകൂടി പാമ്പാടി ബസ് സ്റ്റാൻഡിൽ നിന്നും MLA ആരംഭിച്ച സൈക്കിൾ സവാരിയാണ് ഇപ്പോൾ പുതുപ്പള്ളി കവലയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. മറ്റ് ഏത് വാഹനത്തിൽ പോന്നാലും
ഇരുവശത്തുമുള്ള ജനങ്ങളുമായി, കുട്ടികളുമായി, വോട്ടർമാരുമായി സംവദിക്കുന്നതിന് പറ്റുന്നില്ല എങ്കിൽ പാമ്പാടി മുതൽ പുതുപ്പള്ളി വരെ റോഡിന് ഇരുവശങ്ങളിലുമുള്ള കുട്ടികൾ ഉൾപ്പെടെ വോട്ടർമാരടക്കം സർവരുമായി സംവദിച്ച് കൈകൊടുത്താണ് ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ MLA ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ യാത്രയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ ഉൾപ്പെടെ പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നതാണ്. പ്രിയപ്പെട്ട പുതുപ്പള്ളി പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, പ്രിയപ്പെട്ട സെക്രട്ടറി, പ്രിയപ്പെട്ട പാമ്പാടി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സെക്രട്ടറി സിനിമാറ്റി, പ്രിയപ്പെട്ട സന്തോഷം, പ്രിയപ്പെട്ടപ്പോൾ നീരജി, പ്രിയപ്പെട്ട സാം മുഖി, പ്രിയപ്പെട്ട നിബു, പ്രിയപ്പെട്ട രജി ചാക്കോ, പ്രിയപ്പെട്ട മോഹൻചന്ദ് കേളം, പ്രിയപ്പെട്ട എല്ലാവരും അന്നമാൻഡി സ്പെഷ്യൽ സീസൺ, പ്രിയപ്പെട്ട മോഹൻദാസ് ഏട്ടൻ വണ്ടി നിന്നാലും ചിലപ്പോൾ കാണത്തില്ല, പ്രിയപ്പെട്ട മർക്കി, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട സതീഷ്, പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മളൊരു യാത്ര പാമ്പാടി തുടങ്ങി നീളം പുതുപ്പള്ളി ഒരു ചെറിയൊരു റൂട്ടിലൂടെ യാത്ര പോകും. വലിയൊരു അനുഭവം, ചെറിയ റൂട്ടാണെങ്കിലും വലിയ അനുഭവം തന്ന ഒരു യാത്രയാണ് എന്നിവിടെ നമുക്കറിയാം. നമ്മുടെ നാടില് വിവിധ തരം ക്യാമ്പയിനുകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് സൈക്കിളിൽ ഒരു ക്യാമ്പയിൻ. വണ്ടി ഓടിച്ചു എനിക്കറിയില്ല, കാളെ പോകുന്നത് സൈക്കിൾ കുറച്ചൊക്കെ പോകണം, അങ്ങനെയുള്ളവർക്ക് വരാൻ പറ്റും. ഇതും സൈക്കിളിൽ കയറിയിട്ടില്ല, മുണ്ടെടുത്തവരാരും കയറിയിട്ടില്ല. എത്തിച്ചാൻ സാബുച്ചാനും വെച്ചാൻ ഒഴിച്ച് ബാക്കി കൊണ്ടെടുത്തവരാ. രതീഷ് കയറിയിട്ടില്ല. രതീഷ് ആരെങ്കിലും ചവിട്ടി കാണും, സൈക്കിൾ ചവിട്ടിയിട്ടില്ല. പ്രിയപ്പെട്ടവര്, ഏതായാലും ഇവിടെ നിങ്ങളോടൊപ്പം ഈ ഒരു എന്താ പറയാ അസുലഭ നിമിഷമായിട്ടേ കരുതാൻ ഇത്രയും ചെറുപ്പക്കാർ വന്ന് നമ്മുടെ ഒരു വ്യത്യസ്തമായ പ്രതികരണം നമ്മൾ തീരുമാനമെടുത്തതാണ്. ബാനർ വേണ്ട, ഫ്ലെക്സ് വേണ്ട, അതുപോലെ തന്നെ പോസ്റ്റർ വേണ്ട. എൻ്റെ അടുത്ത് പലരും അതിനകത്ത് വിഭിന്ന അഭിപ്രായം പറഞ്ഞു. പക്ഷെ എനിക്കൊരു അഭിപ്രായം, കാഴ്ചപ്പാടും ഉണ്ടായിരുന്നു. ഇത് എല്ലാ പരിധിയും ചിലപ്പോൾ വിട്ടുപോകാറുണ്ട്. നമ്മുടെ പബ്ലിക് പ്രോപ്പർട്ടി പോലും ചിലപ്പോൾ ഫ്ലെക്സും ബാനറും ഒക്കെ വരും. പക്ഷെ നമുക്ക് ഈ പുതിയൊരു കാലത്ത് സാമയായിട്ടൊന്നും യോജിക്കുന്നില്ല. എൻ്റെ അടുത്ത് വന്ന ഫ്ലെക്സ് വേണം, ഞാൻ അടിച്ചു വെക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ പറയും പറ്റത്തില്ല, പിടിച്ചു വെച്ചിരിക്കുക, പിള്ളേയൊക്കെ നിർബന്ധം നിൽക്കുന്നു. പേര് പ്രശ്നം, എപ്പോഴും പ്രശ്നം. പ്രിയപ്പെട്ട ചെറിയാൻ വർഗീസ് വേണ്ടിയാണ്. അദ്ദേഹം ഫുൾ ടൈം നമ്മുടെ ഫെസ്റ്റിന്റെ വൈസ് ചെയർമാൻ കൂടിയാണ്. അദ്ദേഹം ഫുൾ ടൈം ഈ യാത്രയിൽ തുടക്കം തൊട്ട് അവസാനം വരെ ആത്മാർത്ഥമായി പങ്കെടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു പുതിയൊരു അനുഭവമായിരുന്നു. അത് പുതിയൊരു കൾച്ചർ കൂടി വേണം. നമുക്ക് ഇവിടെ ഒരു സ്പോർട്ടിംഗ് കൾച്ചർ വേണം. നമുക്ക് നമ്മുടെ ചിന്തകൾ മാറണം, നമ്മുടെ കാഴ്ചപ്പാട് മാറണം. നമ്മുടെ ക്യാമ്പയിൻ മാത്രമല്ല, നമ്മുടെ ആരോഗ്യം കൂടി സംരക്ഷിക്കുക എന്നുള്ള ഒരു മാർഗമാണ്. അപ്പൊ പുതുപ്പള്ളിക്ക് പുതിയൊരു മാർഗം, പുതുപ്പള്ളി ഫെസ്റ്റ് ഒരു മാർഗമായിരുന്നെങ്കിൽ ഇത് മറ്റൊരു മാർഗമാണ്. നമ്മളെ അത് എല്ലാവർക്കും മാതൃകയാക്കാൻ സാധിക്കും. എല്ലാവരും സൈക്കിളിലേക്ക് മാറേണ്ടി വരും, ചിലപ്പോൾ പറയാനും പറ്റത്തില്ല. ഇന്ന് വണ്ടി ഞാൻ പെട്രോൾ അടിക്കാൻ പറ്റുമ്പോൾ പെട്രോൾ ഇല്ലാന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നു. യുദ്ധം ഏതെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ വന്നാൽ നമ്മളെ കൂടെ ബാധിക്കപ്പെടുക. അപ്പൊ അങ്ങനെ ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിനോട് ചേർന്ന് നമുക്ക് ഈ പെട്രോളിന്റെയും അതുപോലത്തെ മാറ്റങ്ങൾ വരുമ്പോഴും നമുക്ക് മാറി ചിന്തിക്കണം. പിന്നെ നമുക്കിവിടെ ഒരു ഗ്രൗണ്ടുണ്ട്. ആ ഗ്രൗണ്ട് ഇന്ന് ഞാൻ വളരെ കർശന നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. കാരണം പുതുപ്പള്ളി ഫെസ്റ്റിന് ശേഷം ചില ചിത്രശക്തികൾ അതിനെ പോട്ടിയിടുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി അതിന്ന് തകർത്ത് ആ ഗ്രൗണ്ട് വാങ്ങുന്നു. ഈ ചിത്രശക്തികളോട് എനിക്ക് പറയാനൊന്നേ ഉള്ളൂ, നമുക്ക് ഒന്നിച്ച് നിൽക്കാന്നേ. നമുക്ക് ഒന്നിച്ച് നിൽക്കാം. ഇലക്ഷൻ വരുമ്പോൾ നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞോ, എന്തിനാ വെറുതെ നാട്ടുകാരെ ദ്രോഹിക്കുന്നത്? എന്തിനാ പറയുക നാടിന്റെ പന്തുകളെ ദ്രോഹിക്കുന്നത്? അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് നിൽക്കണം.
നമുക്ക് നാട് മുന്നോട്ട് പോകണം, നമ്മുടെ പുതുപ്പള്ളി മുന്നോട്ട് പോകണം, പുതിയൊരു സംസ്കാരം ഉണ്ടാകണം. നമുക്കിവിടെ ഒരു ഇന്ന് ഒരു ആഗ്രഹം പറഞ്ഞു നമ്മുടെ പൗലോസ് സാറ്, ദ്രോണാചാര്യർ ഇവിടെയുണ്ട്, ഫുൾ ടൈം യാത്രയിലുണ്ടായ പുതുപ്പള്ളിയുടെ ദ്രോണാചാര്യർ നമ്മൾ ആദരിച്ച പൗലോസ് സാറ് പറഞ്ഞു, നമുക്കൊരു സൈക്ലിംഗ് ട്രാക്കില, നമുക്കൊരു അത്ലറ്റിക് സിന്തറ്റിക് ട്രാക്ക് ഉണ്ടാവണം. നമ്മുടെ വലിയ സ്വപ്നമാണ് ആ ഗ്രൗണ്ടിനെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കണം. നമ്മുടെ ആൾക്കാർക്ക് നടക്കാൻ പറ്റണം, സൈക്കിൾ ചെയ്യാൻ പറ്റണം. നമുക്ക് ഈ മണ്ഡലത്തിൽ ഇതുപോലത്തെ സൈക്ലിംഗ് ഫെസിലിറ്റി, നമുക്ക് എത്രത്തോളം സൈക്ലിംഗ് ഫെസിലിറ്റി പോസിബിൾ ആണെന്നറിയില്ല ചെറിയ റോഡുകളായതുകൊണ്ട്, എങ്കിലും അവിടെയും സുരക്ഷിതമായി, ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോഴും ഞാൻ സൈക്കിൾ ചെയ്യാൻ പോകുന്ന ആലോചിക്കുകയാണ്, സുരക്ഷിതമായി ആൾക്കാർക്ക് ഓടുവാൻ അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടുവാൻ അല്ലെങ്കിൽ നടക്കുവാൻ ഉള്ള സാഹചര്യം ഒരുക്കണം. ഇത് അതിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ്, നമ്മുടെ മാറ്റത്തിന്റെ ഒരു ചുവടുവെപ്പാണ്. നമ്മൾ ക്യാമ്പയിന്റെ എല്ലാ മാർഗങ്ങളും ചിന്തിക്കുന്നുണ്ടെങ്കിലും ഇതൊരു ചുവടുവെപ്പായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതിനകത്ത് 2 പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റും വളരെ ആത്മാർത്ഥമായിട്ട് ചവിട്ടിയും കൂടെ നിന്നും, അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ സഹപ്രവർത്തകരും, ഇവിടുത്തെ എല്ലാ മാധ്യമ സഹപ്രവർത്തകരും നമ്മളോടൊപ്പം ചേർന്ന് ഈ ഫുൾ പരിപാടിയിൽ പങ്കെടുത്തു. പ്രത്യേക അഭിനന്ദനങ്ങൾ അവർക്ക് ഏവർക്കും നൽകുകയാണ്. തീർച്ചയായിട്ടും പുതുപ്പള്ളിയിൽ പുതിയൊരു കാഴ്ചപ്പാടോടുകൂടി വനിതാ പഞ്ചായത്ത് മെമ്പർമാര് ഫുൾ ടൈം എല്ലാവരും സൈക്കിളിൽ പോകണം നമ്മൾ പറഞ്ഞിട്ട് എല്ലാവരും ആവേശത്തോടെ പങ്കെടുത്തു. മാധ്യമ സുഹൃത്തുക്കൾ അതിനേക്കാൾ ഏറെ ആവശ്യം മഹിളാ കോൺഗ്രസുകാരുണ്ടായിരുന്നു. എല്ലാവരെയും കൃത്യമായി അഭിവാദ്യം അർപ്പിക്കുന്നു. സഹകരിച്ച എല്ലാവരുമുള്ള നന്ദി ജീവിതത്തിന്റെ ഭാഷയിൽ രേഖപ്പെടുത്തുകയാണ്. വീണ്ടും ജീവിതത്തിന്റെ ഭാഷയിൽ രേഖപ്പെടുത്തുകയാണ്. നമുക്ക് ഇതേപോലത്തുള്ള മാറ്റങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത നടത്തത്തിൽ നിങ്ങൾ എല്ലാവരും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സൈക്കിൾ ചവിട്ടാൻ വന്നവർ നടത്തത്തിലും കാണണം. കഴിഞ്ഞ പ്രാവശ്യം നടന്നപ്പോഴൊക്കെ പലർക്കും ഒരു വേറിട്ട അനുഭവമാണ്. വലിഞ്ഞു വലിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഒളിച്ചേര് അന്നും നടക്കുന്നുണ്ടായിരുന്നു. ഫുൾ ടൈം പവർഫുൾ നടന്നു. അപ്പം നമുക്ക് നടപ്പും വേണം, സൈക്ലിങ്ങും വേണം, വണ്ടിയും വേണം. രണ്ടാമത് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് പക്ഷേ ചില കാര്യങ്ങൾ മാറ്റാനുണ്ട്, ചില കാര്യങ്ങൾ പരിമിതപ്പെടുത്താനുണ്ട്. കാരണം നമുക്ക് വലിയ സ്വപ്നമുണ്ട്. ഭവനരഹിതരില്ലാത്ത പുതുപ്പള്ളിയിലേക്കാണ് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ എത്തുവാനുള്ള ശ്രമം നടത്തുന്നത്. അതിന്റെ ആദ്യഘട്ടമായി 50 വീടുകൾ, അടുത്ത ഘട്ടമായി 100 വീടുകൾ അവിചാരിതമായി എത്തിയാണെങ്കിലും എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് സാവധാനം മുന്നേറാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി കടന്നു വന്ന എല്ലാ സഹപ്രവർത്തകർക്കും, കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക്, പഞ്ചായത്തിന് അംഗങ്ങൾക്ക്, പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾക്ക്, കൊച്ചു കുരുന്നുകൾക്ക്, മുതിർന്നവർക്ക്, അതുപോലെ അമ്മമാർക്ക്, സഹോദരിമാർക്ക്, മാധ്യമ പ്രവർത്തകർ, നമ്മുടെ പാമ്പാടിക്കാരൻ ന്യൂസ്, അതുപോലെ തന്നെ നമ്മുടെ ക്യാബിനറ്റ്, പ്രിയപ്പെട്ട ജാഗ്രത, പുതുപ്പള്ളി ടുഡേ, നമ്മുടെ VS ഫാമിലി മീഡിയ, ഇന്ന് നമ്മുടെ ഏഷ്യാനെറ്റ്, മനോരമ, മലയാളം ന്യൂസ്, ന്യൂസ്, ക്യാബിനറ്റ് പറഞ്ഞു എല്ലാവർക്കും, പാലാ മീഡിയ, കോട്ടയം മീഡിയ അടക്കം എല്ലാവരോടും, പ്രിയപ്പെട്ട CJ കുര്യാക്കോസ് അടക്കം എല്ലാ സഹപ്രവർത്തകർക്കും, പ്രിയപ്പെട്ട ആശ്ലി അടക്കം, പ്രിയപ്പെട്ട എല്ലാവർക്കും, ഇതിനകത്ത് കടന്നു വന്ന എല്ലാ സഹപ്രവർത്തകരും ശ്രദ്ധിക്കുന്നില്ല. പുതുപ്പള്ളി ടുഡേ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞ ആൾ ശ്രദ്ധിക്കുന്നില്ല. പുതുപ്പള്ളി ടുഡേ അത് പറയുകയില്ല. പുതുപ്പള്ളി ടുഡേയുമാണ്, അത് പുതുപ്പള്ളിയുടെ ഫ്യൂച്ചറുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.